പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണം കണ്ടു. കർത്താവ്യത്തെ സ്പർശിക്കണം. ജോലി സംബന്ധമായ യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുമ്പാർന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കും. ഈ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ, നിന്റെ ചൈതന്യം അവരേക്ക് ആവശ്യിക്കുകയും
എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്നത്, സെമിനാറിന് ക്ലാസ് എടുക്കുന്നത് 1984, അന്ന് അച്ഛനായിട്ടില്ല, ബ്രദറാണ്. അപ്പോൾ എൻ്റെ ഇടവകയിൽ വികാരി ഫാദർ രാജൻ മേനംകാട്ടെന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഈ ലിറ്റിൽ വേ അസോസിയേഷൻ്റെ സംഘടനയുടെ ഡയസിഷൻ ഡയറക്ടറാണ്. അപ്പോൾ ലിറ്റിൽ വേ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചുറേസ്യയുടെ കുറുക്ക് വഴികൾ, ചെറിയ വഴികളിലൂടെ സുവിശേഷ കൈമാറ്റവും ക്രിസ്തുവിനെ കൊടുക്കുക, അങ്ങനെയുള്ള സുവിശേഷയുടെ ആത്മീയതയിൽ അധിഷ്ഠാനപ്പെട്ടവരാണ് ആരാണ് ലിറ്റിൽ വേ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ മാസം മാസം ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. ഒരു ദിവസം സെമിനാരിൽ വന്നപ്പോൾ ഈ രാജനച്ഛനോട് പറഞ്ഞ്, എടാ ജോസ്പേ ഒരു സെമിനാർ നോക്കണം എന്ന് ചോദിക്കും. പുള്ളി ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര സ്പീഡോടെ പറയുന്ന കൊച്ചു സ്റ്റൈൽ വർത്തമാനക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സെമിനാരിൽ പഠിക്കണ കാലമല്ലേ, അപ്പോൾ ഈ യൂത്തിനോട് എന്നാ പറയാനാ. അപ്പം അന്ന് ഒരു വാർത്ത വന്ന് 84 പത്രത്തിൽ മണിപ്പൂർ മുഖ്യൻ വെടിയേറ്റ് മരിച്ചു. അപ്പോൾ അക്കാലങ്ങളിലും ഇക്കാലങ്ങളിലും മണിപ്പൂർ എപ്പോഴും ആൾക്കാർ തമ്മിൽ വെടി വെക്കുന്ന സ്ഥലമാണ്. ഈ മണിപ്പൂർ ഇപ്പം തുടങ്ങിയൊന്നുമല്ലേ, എത്രയോ വർഷമായിട്ടാണ് ആ സംഭവം ഈ ഓരോരോ ഗോത്രക്കാർ തമ്മിൽ വെടിവെക്കണത്. ആരും പരിക്കാൻ അനുവദിക്കത്തില്ല. അപ്പം ഞാൻ ആ പത്രം നോക്കിയപ്പോൾ ആ പത്രത്തിൻ്റെ ആ ഒരു പേജിൽ തന്നെ 2-3 കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ ഉണ്ടായി. ഇന്നത്തെ പോലെ വലിയ ബോംബൊന്നുമില്ല അന്ന്. മനുഷ്യ ബോംബും അങ്ങനെയുള്ള കാര്യങ്ങളില്ല. 84 ചെറുകിട പരിപാടികളൊക്കെയാണ് ഉള്ളത്. വെട്ടും കുത്തും. പക്ഷേ പത്രക്കാർ കൊണ്ടുവന്ന് ഫ്രണ്ട് പേജിലൊക്കെ ഇടും. അപ്പോൾ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു, കുറ്റവാസനയുള്ളവരുടെ എണ്ണം പെരുകുന്നു എന്നുള്ളൊരു ഇംപ്രഷൻ നമുക്ക് തോന്നും. അപ്പോൾ ഇത് ഈ പത്രത്തിന് മുഖപേജ്, ഫ്രണ്ട് പേജ് അവിടെ ബോർഡെ കൊണ്ടുപോയി പറ്റിച്ച് വെക്കണം. അന്ന് ബോർഡൊക്കെ ഉള്ളു, ഇന്നത്തെ പോലെയുള്ള പ്രൊജക്ഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നത്, ആ കാലങ്ങളിൽ വേറൊരു മാഗസിൻ ഇറങ്ങുമായിരുന്നു. കുറേ മാഗസിൻ നിന്ന് പോയായിരുന്നേ. പണ്ട് സാംസ്കാരിക കേരളം ഇപ്പം അല്പം ശുഷ്കമാണെന്ന് വേണേൽ പറയാം. പണ്ട് കുറേ നല്ല സാംസ്കാരിക സാമൂഹിക ക്രിട്ടിക്കൽ പല മാഗസിനുകളുണ്ടായിരുന്നു. ആൾക്കാർ വായിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പം അത്തരം വായനകളെല്ലാം മാറിയതിന് ശേഷം നമ്മൾ മൊബൈലിലുള്ള ന്യൂസുകളാണ്, അത് പലതും മുക്കാലും നെഗറ്റീവ് ന്യൂസുകളാണ് ഇപ്പോൾ ഉള്ളത്. നെഗറ്റീവ് ന്യൂസുകൾ നമ്മളൊക്കെ ഒരു ന്യൂസ് ആൾക്കാർ വായിക്കണമെങ്കിൽ അത് കുറഞ്ഞ പക്ഷേ 60% നെഗറ്റീവായാൽ മാത്രമേ ആൾക്കാർക്ക് വായിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അങ്ങനെ രീതിയിലേക്ക് നമ്മുടെ മനസ്സല്പം രോഗം പിടിക്കുകയോ രോഗം പിടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. അപ്പം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ അന്ന് സൈക്കോളജി എന്നും പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു, മനഃശാസ്ത്രം. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലമായ കാരണം ഈ മനഃശാസ്ത്രം മാസികയെല്ലാം തേടിപ്പിടിച്ച് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ആർട്ടിക്കിൾ എന്നെ ഈ മണിപ്പൂർ മുഖ്യം വെടിയേറ്റ് മരിച്ച ആ ന്യൂസ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഒരു കുറ്റവാളികൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ ഈ മനഃശാസ്ത്ര മാസിക എന്ന് വന്ന ലേഖനമാണ്. അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട വിഷയത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്. എന്താണ്
ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. സാഹചര്യം അവരെ കുറ്റവാളികളാക്കുകയാണ്. സമൂഹമാണ് ഉത്തരവാദി. അന്നത്തെ നാടകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും സിനിമ കണ്ടാലും ഈ തീം വളരെ ശക്തമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആണ് ഈ മാസികകളും ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അതായത് ആരും കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ല, മനുഷ്യൻ സാഹചര്യം അവരെ കുറ്റവാളികളാക്കുകയാണ്, അല്ലെങ്കിൽ കുറ്റവാളികൾ ആക്കപ്പെടുകയാണ് ചെയ്യണമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് വിത്ത് നറേഷൻ നന്നായി ഓടിക്കൊണ്ടിരുന്ന കാലമാണത്. അപ്പോൾ ഞാനും അതിനോടാണ് ചായ്വുണ്ടായിരുന്നത്. കാര്യം ഈ കുറ്റവാളികൾ ആയിട്ട് എല്ലാവരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിഷ്കളങ്കരായിട്ടാണ് ജനിക്കുന്നത്. അപ്പം അതിനൊക്കെ കുറേ സൈക്കോളജിസ്റ്റിൻ്റെ കോട്ടിങ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ പറയും നമ്മൾ അതിലേക്ക് നയിക്കണം. എന്നിട്ട് അതാണ് ക്ലാസ്. അപ്പോഴേ ആ ഒരു സ്റ്റാറ്റസിൽ തന്നെയാണ് കുറേ നാളുകൾ ജീവിച്ചത്. കാരണം കുറ്റവാളികളായിട്ട് ആരും ജനിക്കണില്ല, സാഹചര്യവും സമൂഹവും അവരെ കുറ്റവാളികളാക്കുകയാണ്, ആ കുറ്റവാളികളുടെ ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെതാണ് എന്ന് ഒക്കെ ഉള്ള ഒരു നിരീക്ഷണവും നരേഷനും. പക്ഷേ ഞാൻ ഒരു കാലത്ത് ഈ വേദപുസ്തകം എന്നെ വല്ലാത്ത രീതിയിൽ ഒരു യൂട്ടേൺ എടുപ്പിച്ചു ഈ വിഷയത്തിൽ. വേദപുസ്തകത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് സാഹചര്യം ആണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നതെന്ന് പറയുന്ന മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ അപ്പുറത്ത് അതിന് ആ ഒഴുക്കിനെതിരെ നീന്തണതാണ് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത. വേദപുസ്തകം പറയണത് സാഹചര്യം എന്ന് പറയണത് പോലും നമ്മൾ സൃഷ്ടിക്കുന്നതാണെന്നാണ് പറയണത്. സാഹചര്യം മനുഷ്യനെ സൃഷ്ടിക്കുകയല്ല, മനുഷ്യൻ സാഹചര്യത്തെ സൃഷ്ടിക്കുകയാണ്. അത് വല്ലാത്ത ഒരു വെളിപാടാണ്. ഈ പൗലോസിൻ്റെ നിരീക്ഷണമാണത്. സാഹചര്യം മനുഷ്യനെ സൃഷ്ടിക്കുകയല്ല, മനുഷ്യൻ സാഹചര്യത്തെ സൃഷ്ടിക്കുകയാണ്. കാരണം ദൈവം നിറയുന്നൊരു മനുഷ്യൻ, ദൈവം എടുത്ത് ഉപയോഗിക്കുന്നൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ ഒരു ടൂളായ മനുഷ്യൻ, അവൻ ദൈവസ്നേഹത്താൽ സാഹചര്യങ്ങളെ സൃഷ്ടിക്കും, അല്ല സൃഷ്ടിക്കണം എന്ന കാഴ്ചപ്പാടാണ് പൗലോസിൻ്റെ വേർപാട് ഈ ഫെയർവെൽ സ്പീച്ചിലുള്ളത്. അത് പൗലോസിൻ്റെ ഫെയർവെൽ സ്പീച്ച് മനോഹരമാണ്. അപ്പം നമുക്ക് ഇന്നും നാളെയൊക്കെ നമ്മുടെ പൗലോസിൻ്റെ ഫെയർവെൽ സ്പീച്ചിൻ്റെ ഇടിവെട്ട് സന്ദേശങ്ങളെയാണ് എടുക്കുന്നത്. 2 തിമോത്തി 4:6 ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നതിൻ്റെ 2 തിമോത്തി 4:2 വായിച്ചേ. വചനം പ്രസംഗിക്കുക. അതാണ് തിമോത്തി കൊടുക്കുന്ന ഫെയർവെൽ ഓപ്ഷനാണ്. അദ്ദേഹം പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഈ തിമോത്തിയസിൻ്റെ പ്രത്യേകം പൗലോസ് ഒരു സൂര്യനായിരുന്നു, അദ്ദേഹം ഒരു ചന്ദ്രനായിരുന്നു. പൗലോസിൻ്റെ വചനങ്ങൾ കേട്ടും പൗലോസിനെ സഹായിച്ചും പൗലോസ് പറയണത് പഠിപ്പിച്ചും ഒക്കെ തിമോത്തി ജീവിക്കുകയായിരുന്നു. ബിഷപ്പായിരുന്നു അദ്ദേഹം. പക്ഷേ സൂര്യനും ചന്ദ്രനും പോലെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ സൂര്യൻ മറയാൻ നേരത്തെ ചന്ദ്രനോട് പറയുന്ന വർത്തമാനമാണ്, ഞാൻ മറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നീ പ്രകാശിക്കാതിരിക്കരുത്. ഇത് മനോഹരമാണെന്നറിയാമോ? ഞാൻ മറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് പൗലോസ് എന്ന സൂര്യൻ മറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് തിമോത്തി എന്ന ചന്ദ്രൻ പ്രകാശിക്കാതിരിക്കരുത്. നീ കർത്താവിൽ നിന്ന് നേരിട്ട് പ്രകാശം സ്വീകരിച്ച് മറ്റൊരു സൂര്യനാകുന്നൊരു സമയമാണിത്. ഫെയർവെല്ലിൽ പറയണതാണത്. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കണം. പക്ഷേ ഈ വചനം പ്രഘോഷിക്കാൻ സാഹചര്യം അനുകൂലമാക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. അതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം അനുകൂലമാകാൻ വേണ്ടി കാത്തിരുന്നവരാരും സുവിശേഷം പ്രസംഗമായി മാറിയിട്ടില്ല. കർത്താവ് പറഞ്ഞ സാഹചര്യവും സുവിശേഷവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നാണ്. നമ്മളതായിട്ടുള്ള ഒരു വിവേകം കാണിക്കണം.
പക്ഷെ ആ വിവേകം കൊണ്ട് സുവിശേഷം വിലങ്ങ് വെക്കപ്പെടാത്ത സുവിശേഷത്തിന് നിൻ്റെ വിവേകത്തിൻ്റെ വിലങ്ങ് വെക്കരുത്. അതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ സേഫ് നോക്കിയിട്ട് നീ വചനം ഈ കാലത്ത് പ്രഘോഷിച്ചു കഴിഞ്ഞാൽ നീ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിഷയത്തിൽ ചെന്ന് ചാടുകയോ ചെയ്യുമെന്ന് പറഞ്ഞു വിചാരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ് സുവിശേഷ പ്രഘോഷത്തിന് പറ്റിയ കാലമല്ല ഇത് എന്ന് ചിന്തിച്ച് സുവിശേഷം കൈമാറാതെ മരിച്ചു പോയവരുടെ കോടികൾ അവരുടെ ശവക്കല്ലറ കയറുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ആധ്യാത്മിക ശൈത്യത്തിൻ്റെ ഒരു സമീപനമാണ്. എന്താണ് ഇത്? സുവിശേഷം കൈമാറാൻ പറ്റിയ കാലമല്ലെന്ന്. പക്ഷേ ആരാണ് അത്? അതിൻ്റെ സാഹചര്യം ഇല്ലെന്നാണ് പറയണത്. പക്ഷെ സാഹചര്യം ആരാ സൃഷ്ടിക്കണത്? നീ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ അഭിഷിക്തനാണ്. അവൻ്റെ മുമ്പിൽ സാഹചര്യങ്ങൾ താനേ വരും. സമയത്തും അസമയത്തും, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. ഇപ്പം സാഹചര്യമല്ല സുവിശേഷത്തെ കൈമാറുന്നത്, മറിച്ച് സുവിശേഷം കൈമാറുന്നതിന് സുവിശേഷം തന്നെയാണ് സാഹചര്യം ഉണ്ടാക്കുന്നത്. അത് കടുത്ത ദൈവസ്നേഹത്തിലാണ്. കാര്യം പൗലോസ് പിരിഞ്ഞു പോകുമ്പോഴും ചിലരൊക്കെ പറയുവേ, ആദിമസഭയിലൊക്കെ അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു, ഇപ്പോഴെന്നും പറഞ്ഞ് അതൊക്കെ നടക്കുക. അതാണ് സംഭവം. അവർ പാതെറുക്കുകയാണ്. ശരിക്കും അവർ തീർത്തിട്ട് അതിൻ്റെ അകത്ത് ചുരുണ്ടുകൂടി കിടന്ന് സുഖസുക്ഷുപ്തിയിലങ്ങ് മരിച്ചു പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾ തന്നെ, അത് തന്നെയല്ല ഈ വൈ ഷുഡ് വി പ്രൊമോട്ട് ജീസസ് എന്ന് പോലും ചോദിക്കുന്ന ഭയങ്കര സാധാന്യമായിട്ടുള്ള ശക്തി അവശേഷിച്ചിട്ടുള്ള ചിന്തകന്മാർ വരെ സഭയുടെ ഉള്ളിലുണ്ട്. വൈ ഷുഡ് വി പ്രൊമോട്ട്? അതായത് അവർ ചിലർ ഏകരക്ഷകൻ എന്നുള്ള കോൺസെപ്റ്റ് വരെ ആക്രമിക്കും. അങ്ങനെ നമുക്ക് പറയേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്തിനാണ്? ഇവർക്ക് എല്ലാവരുടെയും തോളെ കൈയിടണം, കോംപ്രമൈസ് ചെയ്യണം, ഒത്തുതീർപ്പുണ്ടാക്കണം. ആ ഒത്തുതീർപ്പിലൂടെ ജീസസിനെ ഇവർ സൈഡ് ചെയ്യും. ഇന്ന് കാണാതിരിക്കണം, നോക്കിയാൽ മതി. ഒത്തുതീർപ്പിലൂടെ ജീസസിനെ അവർ സൈഡ് ചെയ്യുകയും അവർ മിഷണറി ആകുന്നവർ ആക്ടിവിസ്റ്റുകളായി മാറുകയും ചെയ്യുന്നു. ആ ഒരു അപകടമാണിത്. ആ ഒരു സമയത്താണ് പൗലോസിൻ്റെ ഈ തിമോത്തിയുടെ ലേഖനങ്ങൾ. ഉടമ്പടിയിൽ അനേകം മക്കൾ സുവിശേഷ വിലക്കാരാണ്. ശരിക്കും അവരൊക്കെ ഇത് പൗലോസിൻ്റെ ഈ വചനങ്ങൾ കേൾക്കണം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും പിന്നെന്താണ്? മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും. അതായത് വചനത്തിന്റെ വഴികളിലല്ല അവരെങ്കിലേ അവരെ ശാസിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. അപ്പം അതാണ് വിഷയം. അപ്പം എന്ന് വെച്ചാൽ ചിലപ്പോഴും നമ്മളെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷയത്തിൽ അഡമൻ്റ് എന്നല്ല, സത്യസന്ധരാണ്. അഡമൻസി എന്ന് പറയേണ്ട കാര്യമില്ല, പിടിവാശി അങ്ങനെയൊന്നുമല്ല. മറിച്ച് സുവിശേഷത്തിൻ്റെ സത്യമാണ്. അത് കൈമാറുമ്പോൾ നമുക്കൊരു സത്യം ഉണ്ടാകണം. ആ സത്യം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും സുവിശേഷ കൈമാറ്റം. ദാറ്റ് ഈസ് വാട്ട് ഐ മെന്റ്. താങ്ക് യു. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ആദ്യം തന്നെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രമദ. ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്നു. ഇതെൻ്റെ മോളാണ്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ക്രിസ്ത്യൻ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും മാതാവിനെയും തിരുകുമാരനെയും ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ആ സ്കൂളിൽ അനിത സിസ്റ്ററിലൂടെയാണ്. ഞാൻ സിസ്റ്ററോട് എല്ലാം ഷെയർ ചെയ്യായിരുന്നു. എല്ലാ സങ്കടങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കൊച്ചു വീടാണുള്ളത്. അപ്പോൾ വീടിനെക്കുറിച്ച് എനിക്ക് വീടൊന്നും അധികം ആയിട്ടില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മോളെ കൃപാസനത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരൂ എന്നോട് പറഞ്ഞു. അത് മാർച്ച് മാസത്തിലായിരുന്നു എന്നോട് പറഞ്ഞത്. അന്ന് തുടങ്ങി ഞാൻ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ എനിക്ക് സിസ്റ്റർ അയച്ചു തരുമായിരുന്നു. ഞാനത് എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കും. പിന്നെ ഡെയിലി ബ്രെഡ് കേൾക്കും. ഈ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ആ മാർച്ച് മാസം തുടങ്ങി എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ കൃപാസനത്ത് എത്തണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു സ്വപ്നം കണ്ടു. ഞാൻ ഇവിടെ അച്ഛൻ്റെ ധ്യാനത്തിൽ ക്ലാസ് കൂടുമായിരുന്നു. അപ്പം തന്നെ ഞാൻ ഉറച്ചു, മാതാവ് എന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഇടപെടാൻ തുടങ്ങിയെന്ന് ഞാൻ വളരെ ഭയങ്കര വിശ്വാസം
ആശ്വാസമായി. എനിക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ഞാൻ പിന്നെ വിശ്വസിച്ചു. പിന്നെ ഞങ്ങളുടെ കൊച്ചു വീടിന് ആ ഒരു 3 സെൻറ്റ് സ്ഥലത്തിലാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത്. ഒരു വളരെ കുഞ്ഞു വീടാണ്, ഷീറ്റിട്ട വീട്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ളിൽ വെള്ളമൊക്കെ നിറഞ്ഞ് ഞങ്ങൾ ആ സമയത്തൊക്കെ എഴുന്നേറ്റ് ഇരിക്കാറുണ്ട്. മനസ്സമാധാനമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ആ വിഷമമൊക്കെ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പൈസയോ ബാങ്ക് ബാലൻസോ അങ്ങനെ വേറെ സ്ഥലമോ വിൽക്കാനോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ആ കൊച്ചു വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസം. അപ്പോൾ ഓരോ മഴക്കാലത്തും ഞങ്ങൾ ആലോചിക്കുമായിരുന്നു, മാതാവേ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, അപ്പോൾ അടുത്ത മഴയ്ക്കെങ്കിലും ഞങ്ങൾക്കൊരു വീട് കിട്ടുമോ എന്ന് ഞങ്ങളിങ്ങനെ മനസ്സിൽ പറയും. പക്ഷെ ഞാൻ പുറത്തൊന്നും പറയില്ല വിഷമം. ആ സിസ്റ്ററോടും പറയും, ദൈവത്തോടും പറയും. അപ്പോൾ അത് എപ്പോഴായാലും കാണുമല്ലോ. പിന്നെ മക്കളുടെ പഠിപ്പ്, ആ കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മൾക്ക് വീട് കെട്ടാനാവുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ധ്യാനം സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ തുടങ്ങി മാതാവ് ഞങ്ങളോട് വന്നിട്ട് മോളെ വീട് പണി തുടങ്ങിക്കോളൂ എന്ന് ഞങ്ങൾക്ക് ധൈര്യം തന്ന് 1 ലക്ഷം രൂപ ഞങ്ങൾ കടം വാങ്ങി തുടങ്ങിയ ആൾക്കാരാണ്. പറഞ്ഞാൽ വിശ്വാസമാവുമെന്ന് എനിക്കറിയില്ല. 1 ലക്ഷം രൂപ കടം വാങ്ങി തുടങ്ങിയ വീട് പണി ഞങ്ങൾ തുടങ്ങി വെച്ചതാണ്. എന്നിട്ട് തറപ്പണി വരെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഗസ്റ്റ് 23-ാം തീയതി ഇവിടെ നേരിട്ട് വരികയുണ്ടായിട്ട് ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 23-നാണ് എനിക്ക് കൃപാസനത്ത് വരാൻ സാധിച്ചത്. അവിടെ വന്ന് ഉടമ്പടി വസ്തുക്കളുമായി വീട്ടിൽ പോയി ആ തറയിൽ ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പുതുക്കലിന് തന്നെ 23 ലക്ഷത്തിൻ്റെ വീടാണ് ഞങ്ങൾക്ക് മാതാവ് നേരിട്ട് വന്ന് പണിത് തന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനം പോലെ. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചത്. ഈ ഇരിക്കുന്ന വീട് പൊളിച്ചിട്ടാണ് ഞങ്ങൾക്ക് വാടക വീട് താമസിച്ചിട്ടാണ് വീട് പണി തുടങ്ങിയത്. 1 ലക്ഷം കടം വാങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തിനാ ഈ പൈസ ഇല്ലാതെ നിങ്ങൾ കടം വാങ്ങി വാടക വീട്ടിൽ താമസിച്ച് വീട് പണിയെന്ന് ചോദിച്ചു. പക്ഷേ എനിക്കൊരു ടെൻഷനോ ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മാതാവാണ് എനിക്ക് തോന്നിച്ചത്. പൊതുവേ ഞങ്ങൾക്ക് കടം വാങ്ങാൻ ലോൺ എടുത്ത് വീട് കെട്ടാൻ പേടിയായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം എൻ്റെ പേടി എവിടെ പോയി എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്നും കാര്യമില്ല, നമ്മൾക്ക് തുടങ്ങാം, ആരെന്തോ പറയട്ടെ, നമ്മൾക്ക് മാതാവ് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കടം വാങ്ങിയ വീടാണ്. വാടകയ്ക്ക് ഞങ്ങൾ 8 മാസം 9 മാസമേ താമസിച്ചിരുന്നുള്ളൂ. 23 ലക്ഷത്തിൻ്റെ വീട് ഞങ്ങൾ പണിത് മാതാവ് നേരിട്ട് വന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് നിന്നിട്ട് എൻ്റെ സിസ്റ്ററോട് പറയും, സിസ്റ്റർ ഞങ്ങൾക്ക് പൈസ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, മോളെ നീ ടെൻഷൻ അടിക്കേണ്ട, മാതാവാണ് ഒപ്പം നിന്ന് നിങ്ങൾക്ക് വീട് പണിത് തന്നിരുന്നത്, അതിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങളും പറയും, എല്ലാവരും പറയും, നിങ്ങൾ അപ്പോൾ ലോൺ എടുത്തിട്ടാണോ വീട് കെട്ടിയത്, പൈസയൊന്നും ഇല്ലയെന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് വീടായി എന്ന് പറയും. അപ്പം ഞാൻ എല്ലാവരോടും ഒരേ ഒരു കാര്യമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, മാതാവ് നേരിട്ട് വന്ന് കെട്ടിത്തന്ന വീടാണ്. ഞങ്ങൾക്ക് വലിയ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെ പൈസ വന്നോ എവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അത് ഞങ്ങൾ ഉച്ചത്തിൽ സൗണ്ട് നിലവിളിച്ചിട്ട് ഞാൻ പറയാറ് മാതാവ് കെട്ടിത്തന്ന വീടാണ് എന്നുള്ളത്. അത് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അപ്പോൾ ഞാൻ ഇടിയും മഴയൊക്കെ വന്നു കഴിഞ്ഞ് ഈ ഒരു മഴക്കാലത്ത് ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ അതിൻ്റെ വീട്ടിൽ ഉറങ്ങാൻ, ഞങ്ങൾ കാറ്റും മഴയൊക്കെ വരുമ്പോൾ മനസ്സമാധാനത്തോടെ മാതാവിനെ ഓർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ കിടന്നുറങ്ങുന്നത്. പേടിയില്ലാതെ ഒരു റൂമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ നല്ലൊരു വീട് ഞങ്ങൾക്ക് മാതാവ് പണിത് തന്നു. ഞങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം വേറെ ഒരു സ്ഥലമോ ബാങ്ക് ബാലൻസോ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല ആ വീടിനെക്കുറിച്ചുള്ള സാക്ഷ്യം. പിന്നെ എൻ്റെ മോൾക്ക് 5-8 വർഷമായി ശ്വാസം മുട്ട് അലർജിയുള്ള മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, ഇത് എന്നും കഴിക്കേണ്ടതാണ് പറയുക. അപ്പം നമ്മൾ പറയും, അയ്യോ അത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അലർജിയും ശ്വാസം മുട്ടും ഒന്ന് മാറ്റിത്തന്ന് ഇതെങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് ഈ മരുന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതെനിക്കൊരു വിഷമമാണ്. പെൺകുട്ടിയല്ലേ, അപ്പം ഇനി എപ്പോഴും ഈ മരുന്ന് കൊണ്ട് ഇങ്ങനെ നടന്ന് അതൊരു വിഷമമല്ലേ ഡോക്ടറെ, അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതങ്ങനെ ഡോസുള്ള മരുന്നൊന്നും അല്ല, അത് കഴിച്ചോട്ടെ, എന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മോള് ഈ നിമിഷം വരെ 8 വർഷത്തോളം മരുന്ന് കഴിച്ച മോള. ഞാനും അതുപോലെ മരുന്ന് കഴിച്ച ആളാണ്, ശ്വാസം മുട്ടൻ. എൻ്റെ ശ്വാസം മുട്ടാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഉടമ്പടി ഞാൻ ഓഗസ്റ്റ് 23-ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മോളും ഞാനും മരുന്ന് കഴിച്ചിട്ടേ ഇല്ല. ആ ഉടമ്പടി തൈലം ഹസ്ബൻഡ് നെറ്റിയിൽ കുരിശ് വരച്ച് തന്നിട്ട് വാക്കിങ്ങിന് പോണ ആളാണ്. 4:30 ഞാൻ പാതി മയക്കത്തിലായിരിക്കും. അപ്പോൾ ആൾ ഉടമ്പടി തൈലം വെച്ച് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് എൻ്റെ ശ്വാസം മുട്ട് കഥപ്പ് എല്ലാം മാറി. മോള് ബാംഗ്ലൂരിലായിരുന്നു 1 വർഷത്തോളം. ഞാനിപ്പോൾ അവിടെ വന്നിട്ട് അങ്ങനെ 1 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ മോൾക്കാണെങ്കിലും അവൾ കുരിശ് വരയ്ക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ മനസ്സുരുകി പ്രാർത്ഥിച്ച് എൻ്റെ മോൾക്ക് ബാംഗ്ലൂരിൽ ക്ലൈമറ്റ് അറിയാലോ, തണുപ്പും എല്ലാം ഉള്ളതാണ്. പക്ഷേ എൻ്റെ മോൾക്ക് ഈ നിമിഷം വരെ മരുന്നുമില്ല, ഒന്നുമില്ലാതെ മാതാവ് അത് ഞങ്ങൾക്ക് മാറ്റി തന്നു. എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സിനും പിന്നെ പരിസരവാസികൾക്കെല്ലാം പറഞ്ഞു തന്നെയാണ് ഞങ്ങളുടെ അത്ഭുതങ്ങൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അവരോട് പേപ്പർ എല്ലാം കൊടുക്കാറ്. പിന്നെ ഞങ്ങളുടെ അത്ഭുതങ്ങൾ കണ്ടിട്ടും എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, എന്തോ നിങ്ങൾക്ക് ഇത്ര എന്താ പറയുക അങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടും ഉടമ്പടി എടുത്തതുകൊണ്ടും മാത്രമാണ് നടന്നതല്ല, ഞങ്ങളുടെ ഒരു കഴിവിലും അല്ലാതെ നടന്നതെന്ന് പറഞ്ഞ് ഞങ്ങളിലൂടെ കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര്
വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ടൈമില്ലാത്ത ഒരു കാരണം കൊണ്ട് മാത്രം ഞങ്ങളവരെ അടുത്ത മാസം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഞാൻ സാക്ഷ്യം പറയാൻ മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ പറഞ്ഞു ഡേറ്റ് വൈകി കഴിഞ്ഞു, പുതുക്കിയിട്ട് വരും, എന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അത് പുതുക്കി വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി അടുത്ത മാസം ഒരുപാട് പേര് ഇവിടെ വരാനായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിലൂടെ കുറേ പേര് അനുഗ്രഹങ്ങൾ കിട്ടണമെന്നാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ പറയാം, ആത്മാർത്ഥമായിട്ട് ഈ കൃപാസനത്തിൽ കാല് കുത്തിയ മാതാവ് നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള തെളിവാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വരണം. അന്നിപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ തന്നെ 2 ഫാമിലീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോടും ഞങ്ങൾ ഇത് അവിടെ നിന്ന് കയറി ഇവിടെ എത്തുന്നവരെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടും മതി വരുന്നില്ല. അവർ ഇടയിൽ സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്ക് അവരോട് ഇനിയും എന്തൊക്കെയോ പറയാനുണ്ട്. അവർ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു, വിളിക്കാൻ മോളെ എനിക്കും വരണം പറഞ്ഞു. അപ്പം നമ്മളിലൂടെ ഒരുപാട് ആൾക്കാരുടെ വേദനകൾ സങ്കടങ്ങൾ മാറാൻ ആഗ്രഹമാണെങ്കിൽ എനിക്കതിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ റോഡ് സൈഡിൽ ഭിക്ഷക്കാർ പോലെ ഇരിക്കുന്ന അവരെ തേടി നടന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറ്. ഞങ്ങൾ ചില സൺഡേസിലാണ് മിക്കവാറും പോവാറ്. അപ്പോൾ മോനും മോളും പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ 2 ബൈക്കിലെടുത്ത് പൊതിച്ചോറ് ഉണ്ടാക്കി, ചിലപ്പോൾ ഏതെങ്കിലും നമ്മൾക്ക് സൗകര്യമുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട്, നെയ്ച്ചോറാണോ ബിരിയാണോ നമ്മളുടെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് പൊതിച്ചോറ് കൂടെ ഞങ്ങളിങ്ങനെ പോവും. സ്ലോവായി പോയി റോഡ് സൈഡിൽ വല്ലവരും ആരെങ്കിലും ഭിക്ഷക്കാർ കിടക്കുന്നുണ്ടോ നോക്കി അവരുടെ കൈകളിലാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കാറ്. പിന്നെ ഓർഫനേജിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സ് പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അതൊക്കെ എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഒരു പരിചയമില്ലാത്തവർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞത്. അങ്ങനെ എന്നും എനിക്ക് ഇവിടെ ഉടമ്പടിയിൽ തുടരണമെന്നാണ് ആഗ്രഹമുള്ളത്. എപ്പോഴും മാതാവിനോട് ഒട്ടിച്ചേർന്ന് നിന്ന് പോകാനാണ് ആഗ്രഹം. മാതാവ് നമ്മളെ ഒരുപാട് ഉയർത്തി താലോലിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞങ്ങളുടെ കുടുംബത്തെ. അതെന്നും ഉണ്ടാവും. മാതാവിനോടൊപ്പം എന്നും ഉടമ്പടിയിലായിരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയ്ക്കും തിരുകുമാരനും മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. 115-ാം സങ്കീർത്തനം 12-ാം തിരുവചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ദൈവം നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനമാണത്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അഹറോൻ്റെ കുടുംബത്തെ എന്നുപോലെ നമ്മെ അനുഗ്രഹിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്യുകയാണ്. അഹറോൻ്റെ പ്രത്യേകത തൻ്റെ ഉണങ്ങിയ വടി ഒരു സ്പിരിച്വൽ യുദ്ധം, ഇസ്രായേൽക്കാരുടെ ഇടയിൽ സ്പിരിച്വൽ വഴക്ക്, ആധ്യാത്മിക വഴക്ക്, പിണക്കം ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ മോശ പറഞ്ഞു, നിങ്ങളുടെ 12 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഓരോ വടി, ഉണങ്ങിയ വടിയെടുത്ത് അതിൽ നിങ്ങളുടെ പേരെഴുതി കൊണ്ടുവരിക എന്ന്. കുറച്ച് സമയത്തിന് ശേഷം അഹ്റോൻ്റെ വടി മാത്രം പൂത്ത് തളിർത്ത് പച്ചയായി ബദാം ഫലങ്ങൾ ചൂടി നിൽക്കുന്ന ഒരു സംഭവം നാം പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇതാണ് അഹ്റോൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതെന്നപോലെ നിങ്ങളുടെയും കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നത്. നാം എപ്പോഴെല്ലാം ചിന്തിക്കുന്നുവോ എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും തന്നെ പച്ച പിടിച്ച് വരാനില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. വീഞ്ഞ് നഷ്ടപ്പെട്ട ഒരു കല്യാണ വിരുന്നിലേക്കാണ് പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. മാമുദീസ സമയത്ത് ഈശോയ്ക്ക് ജോർദാൻ നദിയിൽ വെച്ചും സ്വർഗീയ പിതാവ് നമ്മോട് പറയുന്നത് തന്നെയാണ്, ലിസൺ ടു ഹിം, അവനെ കേൾക്കുക എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയും ദൈവപിതാവ് നമ്മോട് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവനെ ശ്രവിക്കുക. പ്രമദ എന്ന ഈ അമ്മയുടെ ഒരു വലിയ സങ്കടമായിരുന്നു അവർക്ക് വീടില്ല എന്നുള്ളത്. അവരുടെ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രമദ ഏറ്റുപറയുകയായിരുന്നു. താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 2 മാസത്തിനകം 1 ലക്ഷം രൂപ കടം വാങ്ങി തുടങ്ങിയ വീട് 23 ലക്ഷത്തിൽ ഒരു വലിയ വീട് അവർക്ക് നൽകിയെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രമദ ഇവിടെ ഏറ്റുപറയുകയാണ്. നമ്മുടെ സാധ്യതകൾ എന്തുമാത്രമുണ്ടോ എന്ന് നോക്കുമ്പോൾ അത് 0 ആണ്. ഞാൻ ഈശോയ്ക്ക് എന്തുമാത്രം കൊടുത്തു എന്നതിൻ്റെ അളവിനനുസരിച്ചാണ് അമർത്തി കുലുക്കി നിറച്ചളന്ന് നമ്മുടെ മടിയിലേക്ക് ഈശോ ഇട്ട് തരുന്നത്. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നത്. ഇവൾക്ക് കൊടുത്താൽ അത് തിരിച്ചു കൊടുക്കും, ദൈവത്തിന് ഇവളെ കൊണ്ട് പ്രയോജനമുണ്ടാകും എന്നുള്ള വലിയൊരു തീരുമാനമാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും പറയാറുണ്ട്, ദൈവത്തോടൊപ്പം ജീവിക്കുക എന്നുള്ളതൊരു വലിയ തീരുമാനമാണെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുക എന്ന് യോഹന്നാൻ സ്ലേഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം
അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മെ വെട്ടി ഒരുക്കുകയും നമുക്ക് ശാഖകൾ പുറപ്പെടുവിച്ച് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയും ചെയ്യും. അത് ഈശോയോട് കൂടെ നിലനിൽക്കുമ്പോൾ മാത്രമാണ്. അതുപോലെ തന്നെ മകളുടെയും അമ്മയുടെയും ശ്വാസം മുട്ടലിനെ കുറിച്ച് അമ്മ പറയുകയുണ്ടായി. 8 വർഷക്കാലമായിട്ടുണ്ടായിരുന്ന മകളുടെ ശ്വാസം മുട്ടൽ ഇവിടെ ഒന്ന് ഉടമ്പടി പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്നാണ് അവർക്ക് ആ സുഖത്തിൽ നിന്ന് 2 പേർക്കും സൗഖ്യം ലഭിച്ചതെന്നുകൂടി ഏറ്റുപറയുന്നു. നമ്മുടെ എല്ലാ സാധ്യതകളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്ത് ഈശോ നമുക്ക് സൗഖ്യവും സമാധാനവും എല്ലാം നമുക്ക് നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കാവുന്ന വലിയ ശാശ്വതമായ ഒരു പ്രാർത്ഥനയാണ്. ശാശ്വതമായ ഉടമ്പടി എന്ന് ഈശോ പറയുമ്പോൾ അത് നമ്മെ നിത്യതയോളം അവിടുത്തെ പക്കലേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. പ്രമദയ്ക്ക് വീട് ലഭിച്ചതിനും സൗഖ്യം ലഭിച്ചതിനും സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന രോഗാവസ്ഥയിലും വീടും വഴിയും വെള്ളവുമില്ലാതെ വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും